ആ നീ വന്നേ. മുതലാളിനെ വിളിക്കണ മുതലാളിയല്ല നീ. നിന്നെ എന്താണ് നിന്റെ പേര്? ചിയാമി. എവിടാ നിന്റെ വീട്? ആ ശരി പോയിക്കോ. ആ പോടാ. ആകപ്പാടാണ് ചായക്കുള്ള കാശോളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യുന്നില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. അവിടെ 2 ചിക്കൻ 3 ചപ്പാത്തി. ഓക്കെ ശരി. ഇട നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇടാ ഞാൻ ഉണ്ണി. 1ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ. നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായില്ലേ? അത് പിന്നെ എനിക്കറിയാലോ. ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെ? ഞാൻ കോൺട്രാക്ട്. ഐ എം ഉണ്ണി ഫ്രം ചിക്കാഗോ. എവിടെയാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടല്ലേ? സന്തോഷം. എവിടെയോ കാണാൻ വഴിയില്ല. ഐ എം ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. സന്തോഷായി. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത്. അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക്. അതൊക്കെ ഇങ്ങോട്ട് ഇറക്കടാ. എന്താ വേണ്ടത്? മുതലാളി, നാളെ നമ്മൾ കാശിന് കൊടുക്കും. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ? ഈശ്വര, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. എങ്ങനെയാ മോനെ നമ്മൾ ഇന്ന് ആ കാശ് കൊടുക്കുക? എനിക്കൊന്നും അറിയില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ഇന്നാ പണം, ഇത് അവനുണ്ട് കൊടുക്കുക. സത്യം പറയടാ, ഈ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ചിയാമി മോഷ്ടിക്കില്ലെന്ന് മുതലാളിക്ക് അറിയാലോ. പിന്നെ രക്ഷകൻ തന്നതാ. രക്ഷകനോ? അതെ. ഇനി ഒന്നും ആലോചിക്കണ്ട. അവന്റെ മുമ്പിൽ മുതലാളി കൊച്ചാവാൻ പാടില്ല. ഈ പണം അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ടെ മുതലാളി അവനോട് 4 വർത്താനം പറ. നിന്റെ പണവും പലിശയും. രാമൻകുട്ടി, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ആര്? ദുർഗാദേവി. അതെ, ദുർഗാദേവി തന്നെ. ഞാൻ രാമഭദ്രൻ, പുത്തൂരം വീട്ടിലെ ഒരു അംഗം.
30 വർഷങ്ങൾക്ക് മുമ്പ് പുത്തൂരം വീട്ടുകാർ മാണിക്യമംഗലത്തുകാരോട് ചെയ്ത ചതി അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ലല്ലോ. നിന്റെ അച്ഛൻ മാധവൻ നായരും പുത്തൂരം രാഘവൻ നായരും ഒന്നിച്ചു ബിസിനസ് ആരംഭിച്ചു. കോടികൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ മാണിക്യമംഗലത്തെ മാധവൻ നായരെ തന്ത്രപൂർവ്വം അങ്ങ് ഒഴിവാക്കി. അതിന്റെ ആഘാതം താങ്ങാനാവാതെ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. എല്ലാം ചതിയായിരുന്നു രാമൻകുട്ടി. ഇന്ന് പുത്തൂരം വീട്ടുകാർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ നിനക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ഒരു എതിരാളിയെ ദുർഗാദേവി പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ അത് നീയാണ്, നീ മാത്രം. രാമൻകുട്ടി, നിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു തരാം. നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം. അതിനൊരുത്തന്നെ സഹായം എനിക്ക് ആവശ്യമില്ല. സമയമാകുമ്പോ കളി ഞാൻ ആരംഭിച്ചിരിക്കും. അപ്പോ ആ കളി കാണാൻ തന്നെ ഞാൻ വിളിക്കാം. വരട്ടെ? സത്യത്തിൽ ഈ 2 വഞ്ചി കാലൂന്നിക്കൊണ്ടുള്ള കളി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ സദാശിവ, നീ കണ്ടോ, ഈ രാമഭദ്രൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ദുർഗയ്ക്ക് ഈ ഭൂമിയിൽ ആരെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് ഈ രാമൻകുട്ടിയാണ്. എന്നെങ്കിലും എല്ലാം ചോദിച്ചു വാങ്ങാൻ ഇവൻ തിരിച്ചു വരുന്ന അവൾക്കറിയാം. ഇവനെയും അവളെയും നമ്മൾ തമ്മിൽ തെറ്റിക്കുന്നു. ഇവനെ ഒതുക്കാൻ അവൾക്ക് എന്റെ സഹായം വേണ്ടി വരും. അങ്ങനെ കുട്ടിക്കാലം മുതലേ ഉള്ള എന്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കണം. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, അന്ന് നമ്മുടെ മില്ലിലും ഫാക്ടറിയിലും തല്ലുണ്ടാക്കിയത് ഇവനല്ലേ? കള്ളൻ. മാഡം കിട്ടി, മാഡം കിട്ടി, കിട്ടി. അവനെ കിട്ടി. ആരാണവൻ? അവനാണവൻ. തമാശ പറയാതെ കാര്യം പറയടോ. ആരാണവൻ? അവൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ ആരാണെന്ന് അറിഞ്ഞാൽ മാഡം ഞെട്ടരുത്. പറയടോ, ആരാണവൻ? രാമൻകുട്ടി. അതെ, മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ മകൻ രാമൻകുട്ടി. എന്നെ രക്ഷിക്കണം രാമേട്ട. എന്താ നിന്റെ പ്രശ്നം? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. നാളെ അവളുടെ വിവാഹമാണ്. എന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കണത്? ഞാനല്ല, മറ്റൊരുത്തനാണ് അവളുടെ വരൻ. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. അവൾക്ക് നിന്നോട് എങ്ങനെയാ? എന്നെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അവള് തയ്യാറല്ല. ആട്ടെ, നീ വിളിച്ചാല് അവൾ നിന്റെ കൂടെ വരുമോ? വരും, ഉറപ്പായിട്ടും വരും. എന്നാ ധൈര്യമായിട്ട് പോയി വിളിച്ചിറങ്ങണം. വാടാ, ബാക്കിക്കാരും ഞങ്ങളേറ്റു. എനിക്ക് അതിനുള്ള ധൈര്യമില്ല രാമേട്ട. ധൈര്യമില്ലേ? നീ വിഷമിക്കണ്ട. അവളുടെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ച് നോക്കട്ടെ. എവിടെയാ അവളുടെ വീട്? പുത്തൂരം വീട്ടിലെയാ. ദുർഗാദേവിയുടെ ബന്ധുവാണ് അവൾ. ഒരു മിനിറ്റ്. ഹായ് മായ. ഹായ്. എന്ത് തെമ്മാടിത്തരായി കാണിക്കുന്നേ? ചോദിക്കാൻ പറയാൻ ആളില്ലെന്ന് വിചാരിച്ചോ? വിടവളെ, അവളെ വിട്. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിടാനാ പറഞ്ഞത്. ചുമ്മാ തിരിമോളെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പെൺകുട്ടിയെ കണ്ടുകിട്ടാത്ത സ്ഥിതിക്ക് മാഡം ഒരു കംപ്ലൈന്റ് എഴുതി തന്നാ മതി. 2 ദിവസം അവനകത്ത് കിടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം. കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഇവന് വാങ്ങിക്കൊടുക്കണം. അതിനു വേണ്ടി എവിടെ വേണമെങ്കിലും ഞാൻ സാക്ഷി പറയാം. നമസ്കാരം. എന്താ സാറേ, രാമൻകുട്ടി മുതലാളി തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന പെൺകുട്ടി ഇതാ. ഇന്ന് ഇവരുടെ വിവാഹം വരുന്നു. സർ, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല. എനിക്കിഷ്ടമുള്ള ആളുമായുള്ള വിവാഹം വീട്ടുകാരെ തടഞ്ഞപ്പോ രാമേട്ടൻ ഞങ്ങളെ സഹായിച്ചതാ. ഇപ്പോ നിയമപരമായി ഞങ്ങളുടെ വിവാഹവും കഴിഞ്ഞു. രാമേട്ടൻ നിരപരാധിയാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കണം. ചേച്ചി എന്നോട് ക്ഷമിക്കണം.
കോൺസ്റ്റബിൾ അയാളെയും കൊണ്ടുവരും. രാമേട്ടാ, ഏട്ടൻ എനിക്ക് വേണ്ടി സാരല്ല. ആ ഇപ്പൊ പോയിക്കോ, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിക്കും. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്തിനാ അവനെ വിട്ടയച്ചത്? ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ. എന്ത് പക്ഷേ? നിയമത്തിന്റെ ലൂപ്പോൾ ഒന്നും താൻ എനിക്ക് പറഞ്ഞിരണ്ട. ദുർഗാദേവിക്ക് നേരെ കൈ ചൂണ്ടിയവനാണവൻ. എടോ, നന്ദി വേണോടോ, നന്ദി. ദുർഗാദേവി എവിടെയും തോറ്റിട്ടില്ല. നീയായിരുന്നോ? കള്ളനോ? കണ്ടില്ലേ കള്ളൻ? ചിലപ്പോഴൊക്കെ കള്ളന്മാര് കാറിൽ പോകും. നീ സ്വപ്നം കണ്ടായിരിക്കും. അതെ, ഞാൻ കള്ളനാ. പക്ഷേ ഞാൻ കക്കാൻ വന്നത് രാമൻകുട്ടി ചേട്ടന്റെ ഈ പെങ്ങളെയാണെന്ന് മാത്രം. ഏട്ടന്റെ കണ്ണി പെട്ടിരുന്നെങ്കിൽ കയ്യും കാലും ഒടിച്ച് വികലാംഗനാക്കി എന്നെ. ഒളിച്ചും പാത്തുള്ള ഈ കൂടിക്കാഴ്ച മടുത്തു. എനിക്ക് രണ്ടിലൊന്നും അറിയണം. നിനക്ക് എന്റെ കൂടെ പോരാ സമ്മതമാണോ? ജീവിക്കുന്നെങ്കിൽ അത് ഉണ്ണേട്ടനോടൊപ്പം ആയിരിക്കും. അതെന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാ. പക്ഷേ ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഉണ്ണേട്ടാ. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ഏട്ടൻ. കുഞ്ഞുനാളിൽ അച്ഛനും അമ്മയും മരിച്ച പിന്നെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ ഏട്ടന്. ആ ഏട്ടനെ വിഷമിപ്പിച്ചിട്ട്. നീ ഏട്ടനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നിന്നോട് ഏട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് ഏട്ടൻ സമ്മതിക്കാതിരിക്കില്ല. അയ്യോ, ഞാനില്ല. ആരെങ്കിലും ഒന്ന് നോക്കിയെന്നറിഞ്ഞാ അയാളെ തല്ലിക്കൊല്ലാൻ മടിക്കാത്ത ആളാ ഏട്ടൻ. ആ ഏട്ടനോട് ഞാൻ ഇല്ലില്ല, എനിക്ക് പേടിയാ. പിന്നെ അതാരാ ഒന്ന് പറയാ? ഉണ്ണേട്ടൻ, അല്ലാതെ ആരാ? അയ്യോ, ഞാനോ? ആ. അപ്പൊ അത് ശരിയാവും തോന്നുന്നില്ല. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയൊന്നും ഉണ്ടായില്ല, ചെറിയൊരു ഭയം. എങ്കിൽ ആരും ഒന്നും പറയണ്ട. അപ്പോ ഞാൻ തന്നെ പറയണം അല്ലേ? രണ്ടിലൊന്നും അറിഞ്ഞല്ലേ പറ്റൂ. അതെ, രണ്ടിലൊന്ന് എന്തായാലും അറിയാൻ പറ്റും. ഗായത്രി, ഞാൻ തന്നെ നിന്റെ ഏട്ടനെ പോയി കാണാൻ പോവാ. എന്തും സംഭവിക്കാം. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. വരട്ടെ. ഉണ്ണേട്ട, അത് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകിന്ന് വിളിക്കല്ലേ? നല്ല കുട്ടിയാകും. ഈ വണ്ടി ഇടിച്ചു ശ്രമിക്കുന്നത് നമ്മള് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും. വണ്ടി ഇടിച്ചു വന്നാ പിന്നെ കാശ് കൊടുക്കണ്ടല്ല. മണ്ടത്തരം പറയാതാ. ഇവളായിരുന്നോ? രാമേട്ട, ഐ എം സോറി. അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. തൽക്കാലം ഞങ്ങളുടെ ഇപ്പൊ മാപ്പ് സ്റ്റോക്ക് ഇല്ല. ഉണ്ടായതൊരെണ്ണം വരുന്നവയ്ക്ക് ഒരാൾക്ക് കൊടുത്തു. ഇനി സ്റ്റോക്ക് വരുമ്പോ തരാം. ഇല്ല മുതലാളി? വണ്ടി എടുത്ത് മാറ്റി. രാമേട്ടൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കോളാം. വണ്ടി എടുത്ത് മാറ്റുവണ്ണേ. മേൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. രാമേട്ടനെ കൊണ്ട് ക്ഷമിച്ചെന്ന് ഞാൻ പറയിപ്പിക്കും. മായയാണ് ഈ പറയുന്നത്.